പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം കുന്നംകുളത്തെ ബിജെപിയുടെ പൊതുപരിപാടിയിൽ പങ്കെടുക്കുന്നു. കുന്നംകുളം ഏതാണ്ട് തൃശൂർ ഉൾപ്പെടെയുള്ള മേഖലകളിലെ തൃശൂർ, പാലക്കാട്, പൊന്നാനി, മലപ്പുറം ഉൾപ്പെടെയുള്ള മേഖലകളിലെ എൻഡിഎയുടെ സ്ഥാനാർത്ഥികൾ എല്ലാവരും തന്നെ ഈ ചടങ്ങിലേക്ക് എത്തിയിട്ടുണ്ട്. ആറ്റിങ്ങൽ മണ്ഡലത്തിന്റെ പ്രചാരണത്തിന്റെ ഭാഗമായി കാട്ടാക്കടയിലേക്കും പ്രധാനമന്ത്രി എത്തുന്നുണ്ട്. ഉച്ചയ്ക്ക് ശേഷമാണ് കാട്ടാക്കടയിലേക്ക് എത്തുന്നത് എങ്കിൽ കുന്നംകുളത്തെ ചടങ്ങ് അല്പസമയത്തിനകം തന്നെ ആരംഭിക്കാൻ പോവുകയാണ്. വലിയ ആൾക്കൂട്ടം ഇതിനോടകം തന്നെ പ്രധാനമന്ത്രിയെ കാണുന്നതിന് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. വലിയ സന്നാഹങ്ങൾ, സുരക്ഷാ സംവിധാനങ്ങളൊക്കെയാണ് പ്രധാനമന്ത്രിയെ സ്വീകരിക്കുന്നതിന് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. ഒരുപക്ഷെ പ്രധാനമന്ത്രി റാലിയായി എത്തുമോ എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇനിയും അനിശ്ചിതത്വം തുടരുക തന്നെയാണ്. ശ്രീകൃഷ്ണ കോളേജ് ഗ്രൗണ്ടിലേക്ക് ആണ് പ്രധാനമന്ത്രി ഹെലികോപ്റ്ററിൽ എത്തുന്നത്. അതിനുശേഷം അദ്ദേഹം റോഡ് മാർഗം ഈ ചടങ്ങ് നടക്കുന്ന വേദിയിലേക്ക് എത്തുകയും ചെയ്യും. ഡാനി പോളുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ഡാനി, 11 മണിയോടുകൂടി പ്രധാനമന്ത്രി വേദിയിലേക്ക് എത്തും എന്നതായിരുന്നു വിവരം. സമയക്രമത്തിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകാം. എപ്പോഴേക്ക് പ്രധാനമന്ത്രി എത്തും എന്നാണ് മനസ്സിലാകുന്നത്? അഭിലാഷ്, 11 പ്രധാനമന്ത്രിയുടെ വേദിയിലേക്ക് എത്തുമെന്നാണ് മനസ്സിലാക്കാൻ ഒടുവിൽ സാധിക്കുന്നത്. ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ അങ്ങനെയാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹം ഇവിടേക്ക് വരുന്ന വഴിയിൽ പ്രവർത്തകരെ അഭിവാദ്യം ചെയ്യുന്നു എന്നൊരു വിവരം ലഭിക്കുന്നുണ്ട്. ഔദ്യോഗികമായി ഉള്ള ഒരു റോഡ് ഷോ എന്ന രീതിയിൽ തന്നെയാണ്. നേരത്തെ വിപുലമായ രീതിയിലുള്ള റോഡ് ഷോ മറ്റു കാര്യങ്ങളും ഒന്നും സജ്ജീകരിച്ചിട്ടില്ല. പക്ഷേ പ്രവർത്തകർ റോഡിന് ഇരുവശവും തന്നെ കാത്തിരിക്കുന്നുണ്ട്. അവരെ അഭിവാദ്യം ചെയ്തുകൊണ്ടായിരിക്കാം അദ്ദേഹം ഇവിടേക്ക് എത്തുക എന്ന് അറിയാനായിട്ട് സാധിക്കുന്നത്. ഒപ്പം ഇവിടെ ഈ കുന്നംകുളത്തെ ഈ വേദി മറ്റ് 5 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അവരെ അഭിവാദ്യം ചെയ്യുക. അതോടൊപ്പം തന്നെ നിരവധിയായ പ്രവർത്തകർ ഇപ്പോൾ ഈ കുന്നംകുളത്തെ ഈ മൈതാനം ഇവിടെ ഏതാണ്ട് പൂർണ്ണമായിട്ട് തന്നെ നിറഞ്ഞിരിക്കുന്നു. പ്രവർത്തകരെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം സംസാരിക്കും. അതിനു മുന്നോടിയായുള്ള ഒരു പൊതുസമ്മേളന പരിപാടികൾ ഇവിടെ ആരംഭിച്ചിട്ടുണ്ട്. അതിൽ ഓരോ നേതാക്കളായി സംസാരിക്കുകയാണ്. അതോടൊപ്പം ചാലക്കുടിയിലെയും പൊന്നാനിയിലെയും മലപ്പുറത്തെയും ആലത്തൂരിലെയും എൻഡിഎ സ്ഥാനാർത്ഥികൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അവർ പ്രതിദാനം ചെയ്യുന്ന മണ്ഡലങ്ങളിലെ പ്രവർത്തകരും ഇവിടേക്ക് വന്നിട്ടുണ്ട്. ഒരു അവസാന ലാപ്പിലേക്ക്, പ്രചാരണത്തിന്റെ അവസാന ലാപ്പിലേക്ക് കടക്കുന്ന ഈ ഒരു സമയത്ത് പ്രധാനമന്ത്രിയുടെ സന്ദർശനം വളരെയധികം ഗുണം ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ബിജെപി കണക്കുകൂട്ടുന്നത്. ഈ പ്രകടന പത്രിക അടക്കം പ്രകാശനം ചെയ്തതിനു ശേഷം കേരളത്തിൽ നടക്കുന്ന വലിയ തെരഞ്ഞെടുപ്പ് പരിപാടികളിൽ ആദ്യത്തെ പരിപാടികളാണ് ഇത്. ഈ പ്രകടന പത്രിക സംബന്ധിയായ കാര്യങ്ങളിലുള്ള കൂടുതൽ വിശദീകരണങ്ങളെല്ലാം തന്നെ അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഉണ്ടാകുകയും ചെയ്യുന്നത് പ്രതീക്ഷിക്കുന്നു. ഒപ്പം കരുവന്നൂർ സംബന്ധിയായ കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ പരാമർശിക്കുന്നുണ്ട്. ഇതിനു മുൻപ് തൃശ്ശൂരിലേക്ക് വരികയും അന്നെല്ലാം തന്നെ കരുവന്നൂരിന്റെ പ്രധാന വിഷയമായി അദ്ദേഹം ഉയർത്തിക്കാട്ടുകയും എല്ലാം തന്നെ ചെയ്തിരുന്നു. ഇപ്പോൾ അത് സംബന്ധിയായ അന്വേഷണം ഒരു പ്രത്യേക ഘട്ടത്തിൽ എത്തി നിൽക്കുന്ന ഈ ഒരു സന്ദർഭത്തിലാണ് തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണാർത്ഥം അദ്ദേഹം എത്തുന്നത്. സ്വാഭാവികമായി ഈ വിഷയങ്ങളടക്കം അദ്ദേഹം അധികം സംസാരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രവർത്തകരുടെ വലിയ ആവേശ പ്രകടമാണ്. അദ്ദേഹത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രങ്ങളും അടക്കം എല്ലാം തന്നെ ഇവിടേക്ക് പ്രവർത്തകർ എത്തിച്ചിട്ടുണ്ട്. വലിയൊരു ആവേശത്തിന്റെ ഒരു തിരയലക്കത്തിൽ തന്നെയാണ് ഇവിടേക്ക് ഉള്ളത്. തീർച്ചയായും അക്ഷരാർത്ഥത്തിൽ ബിജെപി പ്രവർത്തകരെ ഒരിക്കൽ കൂടി ആവേശത്തിൽ എത്തിക്കുന്ന സാഹചര്യം ആണുള്ളത്. കാരണം പ്രധാനമന്ത്രി തുടർച്ചയായി കേരളത്തിലേക്ക് എത്തുന്ന രാഷ്ട്രീയ സാഹചര്യം ഉണ്ട്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ ഊന്നൽ നൽകണം ഈ തെരഞ്ഞെടുപ്പിൽ എന്നത് കേന്ദ്ര നേതൃത്വത്തിന്റെ നിലപാടും തീരുമാനവുമാണ്. അതുപ്രകാരം ആണ് പ്രധാനമന്ത്രി വീണ്ടും കേരളത്തിലേക്ക് എത്തുന്നത്. താരപ്രചാരകർ കളം നിറയുന്നതോടുകൂടി തെരഞ്ഞെടുപ്പ് പ്രചാരണം അതിൻ്റെ മൂർധന്യാവസ്ഥയിലേക്ക് തന്നെ എത്തുന്നു എന്നുള്ളതാണ്. ഇന്നലെ ആയിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ എത്തിയത്. എറണാകുളത്തെ ഗസ്റ്റ് ഹൗസിൽ ആയിരുന്നു അദ്ദേഹത്തിന് വിശ്രമം. അതിനുശേഷം ഹെലികോപ്റ്റർ മാർഗം ആണ് അദ്ദേഹം ആലത്തൂരിലേക്ക് എത്തുകയും ചെയ്യുന്നത്. ആലത്തൂരിലെ കുന്നംകുളത്ത് ആണ് പ്രധാനമന്ത്രിയുടെ ചടങ്ങ് സജ്ജീകരിച്ചിട്ടുള്ളത്. നേരത്തെ പാലക്കാടടക്കം അദ്ദേഹം സ്ഥാനാർത്ഥിക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ഭാഗം ആയതാണ്. തെരഞ്ഞെടുപ്പ് പോരാട്ടം അതിൻ്റെ ഉച്ചസ്ഥായിയിലേക്ക് എത്തുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും തന്നെ ദേശീയ നേതാക്കൾ കേരളത്തിലേക്ക് എത്തുന്നത്. ബിജെപിയുടെ താരപ്രചാരകൻ എന്നത്
പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ ദേശീയ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ കേരളത്തിലേക്ക് എത്തുമെങ്കിലും പ്രധാനമന്ത്രിയുടെ വരവാണ് BJP പ്രവർത്തകർ വലിയ ആഘോഷമാക്കി മാറ്റുന്നത്. തൃശൂരും തിരുവനന്തപുരത്തും സ്ഥാനാർത്ഥികളുടെ പ്രചാരണ പരിപാടികളുടെ ഭാഗമാകുന്നു പ്രധാനമന്ത്രി എന്നതും എടുത്തു പറയേണ്ടതാണ്. അല്പസമയത്തിനകം 11:30 പ്രധാനമന്ത്രി കുന്നംകുളത്തെ വേദിയിലേക്ക് എത്തുക. തൃശൂർ, ആലത്തൂർ, പാലക്കാട് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾക്ക് പുറമെ മലപ്പുറം, പൊന്നാനി എന്നിവിടങ്ങളിലെ സ്ഥാനാർത്ഥികളും ഇവിടെ എത്തിയിട്ടുണ്ട്. ഇങ്ങനെ വിവിധ മണ്ഡലങ്ങളിൽ നിന്നുള്ള പ്രവർത്തകരെ അടക്കം ആണ് പങ്കെടുപ്പിക്കുന്നത്. പ്രധാനമന്ത്രി എന്ന നിലയിൽ തന്നെ സുരക്ഷാ സംവിധാനങ്ങൾ അതിശക്തമാണ്. ഇതിനുശേഷം തിരുവനന്തപുരത്തേക്ക് അദ്ദേഹം തിരിക്കും. ഉച്ചയ്ക്ക് ശേഷം ആണ് തിരുവനന്തപുരത്ത് ആറ്റിങ്ങൽ മണ്ഡലത്തിന്റെ ഭാഗമായിട്ടുള്ള കാട്ടാക്കടയിലെ ക്രിസ്ത്യൻ കോളേജ് മൈതാനത്ത് പ്രധാനമന്ത്രി പൊതുയോഗത്തിൽ സംസാരിക്കുകയും ചെയ്യുക. അതിനുശേഷം പിന്നീട് അദ്ദേഹം തമിഴ്നാട്ടിലേക്ക് തന്നെ മടങ്ങുന്ന സാഹചര്യം ആണ് ഉള്ളത്. പ്രധാനമന്ത്രിക്ക് ഇന്ന് തമിഴ്നാട്ടിലും പൊതുയോഗമുണ്ട്. വൈകിട്ട് 4:15 ആണ് തിരുനെൽവേലിയിൽ BJPയുടെ പൊതുയോഗം സംഘടിപ്പിച്ചിട്ടുള്ളത്. പക്ഷേ ഇപ്പോഴത്തെ സമയക്രമം അനുസരിച്ച് അദ്ദേഹം കൃത്യസമയത്ത് എത്തുമോ എന്നതിൽ അവ്യക്തതയുണ്ട്. എന്തായാലും നിരവധി വിഷയങ്ങൾ തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുമ്പോൾ കേരളം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പശ്ചാത്തലമുണ്ട്. പ്രത്യേകിച്ച് ഇന്നലെ BJPയുടെ പ്രകടന പത്രിക പുറത്തിറക്കുമ്പോൾ നേരത്തെ BJP എടുത്തിരുന്ന അതേ നിലപാടുകളിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന സാഹചര്യം ആണ്. ഏകീകൃത സിവിൽ കോഡ് തന്നെയാണ് അതിൽ എടുത്തു പറയേണ്ടത്. പൗരത്വ നിയമവുമായി മുന്നോട്ട് പോകും എന്നുകൂടി പ്രകടന പത്രികയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നത് നടപ്പിലാക്കും എന്നതാണ് പ്രധാനമന്ത്രിയുടെ ഗ്യാരണ്ടി എന്ന നിലയിൽ, മോദി ഗ്യാരണ്ടി എന്ന നിലയിൽ ഊന്നൽ നൽകിക്കൊണ്ടുള്ള പ്രകടന പത്രികയിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതെല്ലാം കേരളത്തിൽ സജീവ ചർച്ചയാകുന്ന വിഷയമാണ്. ഒരുപക്ഷെ പൗരത്വ നിയമം ഉൾപ്പെടെയുള്ളവ പശ്ചിമ ബംഗാൾ, അസം, കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലൊക്കെയാണ് ഈ വിഷയം കൂടുതൽ സജീവമായി ചർച്ച ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി ഇന്ന് പ്രസംഗത്തിൽ ഇത്തരം വിഷയങ്ങൾ അഭിസംബോധന ചെയ്യുമോ എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതോടൊപ്പം തന്നെ കേരളത്തിൽ തന്നെ BJP പ്രതിഷേധമായി ഉയർത്തിക്കൊണ്ടുവരുന്ന സഹകരണ ബാങ്കുകളിലെ തട്ടിപ്പുകൾ, എക്സാലോജിക്കും ആയി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉൾപ്പെടെയുള്ളവ വീണ്ടും പ്രധാനമന്ത്രി ഉയർത്തിക്കൊണ്ടുവരുവാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ആലത്തൂർ മണ്ഡലത്തിലേക്കാണ് ഇന്ന് വീണ്ടും പ്രധാനമന്ത്രി എത്തുന്നത്. നേരത്തെ ആലത്തൂർ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയുമായി നടത്തിയ ടെലിഫോൺ സംഭാഷണത്തിൽ അടക്കം കേരളത്തിലെ സഹകരണ ബാങ്കുകളിലെ തട്ടിപ്പുകളെ സംബന്ധിച്ച് പ്രധാനമന്ത്രി പരാമർശം നടത്തിയിരുന്നു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സഹകരണ ബാങ്കുകളിലെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട അന്വേഷണം തുടരുന്ന പശ്ചാത്തലമുണ്ട്. PK ബിജു ഉൾപ്പെടെയുള്ള CPIന്റെ പ്രമുഖരായ നേതാക്കളെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ച രാഷ്ട്രീയ സാഹചര്യം ഉണ്ട്. ഇത്തരത്തിൽ കുറ്റക്കാരായിട്ടുള്ള മുഴുവൻ ആളുകളെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും എന്ന് പ്രധാനമന്ത്രി നേരത്തെ തന്നെ പറഞ്ഞ പശ്ചാത്തലം ഉണ്ട്. ഈ സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ പ്രതിരോധത്തിലായ പശ്ചാത്തലം ആണ് CPIന് ഉള്ളത് എങ്കിൽ ആ മേഖലയിലേക്കാണ് പ്രധാനമന്ത്രി വീണ്ടും കടന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ സഹകരണ ബാങ്കുകളിലെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് പരാമർശം ഉണ്ടാകും എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. അതോടൊപ്പം തന്നെയാണ് രാഷ്ട്രീയമായി പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഉൾപ്പെടെ രാഷ്ട്രീയ പ്രതിരോധം തീർക്കുമ്പോൾ അതിന് എന്തു മറുപടിയാണ് പ്രധാനമന്ത്രി നൽകാൻ പോകുന്നത്? ജനാധിപത്യത്തെ ഉൾപ്പെടെ കശാപ്പ് ചെയ്യുന്ന സാഹചര്യം ആണ് ഇപ്പോൾ കേന്ദ്രത്തിൽ ഉള്ളത് എന്ന് പറയുന്ന ഒരു പശ്ചാത്തലമുണ്ട്. ഒപ്പം കേരള സ്റ്റോറി പോലെയുള്ള വിഷയങ്ങൾ വീണ്ടും തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുമ്പോൾ സജീവ ചർച്ചയാകുന്നു. പ്രത്യേകിച്ച് കേരളത്തെ അപമാനപ്പെടുത്തുന്ന ചിത്രമാണ് കേരള സ്റ്റോറി എന്നും ഇതല്ല റിയൽ കേരള സ്റ്റോറി എന്നും രാഷ്ട്രീയ എതിരാളികൾ പറയുന്ന സാഹചര്യത്തിൽ BJPയും NDAയും ഇപ്പോഴും പറയുന്നത് കേരളത്തിൽ മതപരിവർത്തനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്.